ഹായ് ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് നക്കി തുടച്ച് വൃത്തിയാക്കി. ഇവിടെ 2 കശ്മലന്മാരുണ്ട്, അവരെ എഴുന്നേറ്റ് ഒന്ന് കുളിക്കാനൊക്കെ പറഞ്ഞു വിടണം. അവർക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ, എന്നെ പോലെ അല്ലല്ലോ അവർ. അപ്പോൾ പോവാം ഗായ്സ്. എവിടെ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് ഇവിടെ കുത്തിയിരിപ്പാണോ? എന്നെ വിളിക്കണ്ടേ? ഇതെന്താ ബക്കറ്റ് നിറയെ വെള്ളമൊക്കെ? എൻ്റെ ദേഹത്തൊന്നും തെറിപ്പിക്കൽ വെള്ളം കേട്ടോ. ഞാൻ പറഞ്ഞതല്ലേ എന്നെ മേത്ത് തെറിപ്പിക്കരുതെന്ന്. എന്താണ്, എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? എൻ്റെ ജോലിയുടെ ആത്മാർത്ഥതയെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. രാവിലെ എഴുന്നേറ്റ് നിങ്ങളെ കുളിപ്പിച്ച് ജോലിക്ക് വിടാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്നോട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്? എനിക്ക് വെള്ളം അലർജി ആണെന്നുള്ള കാര്യം അറിയത്തില്ലേ? എനിക്ക് തുമ്മൽ വരും. ഇതൊക്കെ നിങ്ങൾ എന്താ ഒരു സീരിയസ് ആയിട്ട് എടുക്കാത്തത്? വെള്ളം പിന്നെ ഒഴിക്കണോ? എന്നോട് പോകണമെങ്കിൽ പോകാൻ പറഞ്ഞാൽ പോരെ, ഇന്നെ ഇങ്ങനെ ഉപദ്രവിക്കണോ? എന്തൊക്കെ ചെയ്താലും ഞാൻ പോകത്തില്ല, ഞാൻ അവിടെ തന്നെ ഇരിക്കും. ആഹാ, ഞാനിവിടെ ഇരുന്ന് നിങ്ങളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് കാര്യമൊക്കെ കഴിഞ്ഞ് വരും. ഇങ്ങനെ എപ്പോഴും ബാത്റൂമിൽ കുത്തിയിരുന്നാലോ? ഈ ചവിട്ടിയൊക്കെ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നേരെയൊന്നും വേണ്ട. എനിക്ക് എൻ്റെ ഇഷ്ടത്തിനാണ് ഇവിടെ ഇഷ്ടം. ഞാൻ അയൺ ചെയ്ത് തരാം. എന്നെ അധികം മസാജ് ചെയ്യണ്ട, ഞാൻ അയൺ ചെയ്ത് തരാം. എന്താണ്? ഞാനിവിടെ കുറച്ചൊരു സ്വസ്ഥമായിട്ടിരിക്കട്ടെ. പോകുന്നില്ലേ? പോകുന്നതിന് മുമ്പ് എനിക്ക് ഫുഡൊക്കെ തരുന്നുണ്ട്. അപ്പോൾ പോവാറായി. പോയിട്ട് വേണം ഇവിടെ ഒന്ന് സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ. ബൈ ബൈ, ഞാനിവിടെ ഇരുന്നോളാം. വളരെ മാന്യമായി ഞാനിവിടെ ഇരുന്നോളാം. പോയിട്ട് വരൂ. ബൈ ബൈ. പോയി സ്വസ്ഥമായിട്ട് ഇനി ഉറങ്ങണം. കുറച്ച് നേരം ഉറങ്ങാം. എവിടെ ഉറങ്ങാൻ വേണ്ടിയിട്ടൊരു സ്പോട്ട് കണ്ടെത്തണം. എന്നിട്ട് സുഖമായി കിടന്ന് ഉറങ്ങണം. എപ്പോൾ വരുമോ എന്തോ. പുറത്തൊരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. വന്നു ഇല്ല. ഉച്ചയാവാറായി. കുറച്ച് നേരം കൂടെ മയങ്ങിയാലോ? അതോ എന്തെങ്കിലും പോയി കഴിക്കണോ? വേണ്ട, കുറച്ച് നേരം മയങ്ങാം. ഇന്ന് വരുമ്പോൾ നല്ല മീൻ മേടിച്ചിട്ട് വരുമോ, അതോ ചിക്കൻ കൊണ്ടുവരുമോ? എനിക്ക് വലിയ പീസ് നോക്കി തരുമോ എന്തോ, അതോ എന്നുള്ള ഫുഡ് തന്നെയാണോ എന്തോ. ഇനി കുറച്ച് നേരം തലകുത്തനെ കിടന്ന് ഉറങ്ങിയാലോ? എന്തൊരു സുഖം. ബോറടിക്കുന്നു. ഉറങ്ങി ഞാൻ ചാവാറായി. ഉച്ചയായി, ഇതുവരെ വന്നില്ലല്ലോ. ഇനി വരില്ലേ? എന്നെ മറന്നുപോയോ? ഇവർ താമസം മാറിയോ? വീട് വിട്ട് പോയോ? ഇനി ആരുടെയെങ്കിലും കൂടി ഒളിച്ചോടിയതാണോ? എന്താ ഇതുവരെ വരാത്തെ? ഇനി വരട്ടെ. ഞാനെന്താ ഇവിടെ? ഞാൻ മറന്നുപോയല്ലോ. ഞാൻ എന്തിനാ ഇവിടെ വന്നത്? എന്തെങ്കിലും ആവട്ടെ. ശരി, നമുക്ക് നടന്നു പോവാം. ഇനി അടുത്ത് എന്ത് ചെയ്യും? കുറച്ച് നേരം വിശ്രമിക്കാം. അതാ ബോള് മാറിക്കടയുടെ അങ്ങോട്ട്. അതാ അവനിങ്ങനെ റൗണ്ട് ചുറ്റി വരുന്നുണ്ട്. നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പ്രാക്ടീസൊക്കെ ഇപ്പോൾ കുറവാണ്, പഴയതുപോലെ അങ്ങോട്ട് ഒക്കുന്നില്ല. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെയല്ല, എത്തി വലിഞ്ഞ് ഓടിച്ചാടി അങ്ങനെ എൻ്റെ കിക്കൊക്കെ കാണുമായിരുന്നു. ഇപ്പോൾ അത്രയ്ക്കൊന്നും പോരാ. മിസ്സായി. അങ്ങനെ ഇരിക്കാതെ ഒന്ന് എയിം ചെയ്യാം. ഞാൻ വിടത്തില്ല നിന്നെ. ഞാനൊന്ന് ശരിപ്പെടുത്തും എടാ. എൻ്റെ അമ്മ വയ്യോ. കുറച്ച് ചാർജ് ചെയ്താലോ? ഫോണൊക്കെ ഇരിപ്പുണ്ട്. മറ്റേ ഫോൺ ഇവിടെ? അത് വന്നു കഴിഞ്ഞാൽ ഫോൺ പോലും തരത്തില്ല. ചാർജർ മാത്രമേ ഉള്ളൂ, ഫോണില്ലേ. എന്നാൽ പിന്നെ കുറച്ചൊരു ഊഞ്ഞാലാടാം. ലാ 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 ലാ. എന്താ നോക്കുന്നേ? ആരുമില്ല ഇവിടെ. ഈ ചെടി കുറേ ദിവസമായി ഞാൻ തള്ളിയിടാൻ നോക്കുന്നുണ്ട്. ഇത് നടക്കുന്നില്ലല്ലോ. ഇതിനെന്താ വെയിറ്റ് ചെയ്ത് ഇരുമ്പാണോ? ഉന്തിയിട്ടും അങ്ങോട്ട് പോകുന്നില്ല. ഒരു ദിവസം ഞാൻ ഇതിനെ തള്ളിയിടും. കുറച്ച് വെള്ളം കുടിച്ചേക്കാം. ദൈവമേ, ഈ പൈപ്പ് ഞാൻ ഇനി എങ്ങനെ അടയ്ക്കും? ഇതിൻ്റെ മണ്ടയിൽ കയറി ഇത് തടയൂ. അടയടാ. ഇതിപ്പോൾ വന്നാൽ കണ്ടുപിടിക്കുമല്ലോ. ആ കശ്മീർ എന്നെ ഒന്ന് വഴക്ക് പറയുമല്ലോ. എന്ത് ചെയ്യും ദൈവമേ? അല്ലെങ്കിൽ ഒന്നും അറിയാത്ത പോലെ പോവാം. ഞാനൊന്നുമല്ല തുറന്നത്, അവർ വന്ന് അടയ്ക്കട്ടെ. പോവാൻ പറ. നീ വന്നു ഓടിപ്പോവാം. ഹായ്, ഹലോ, സുഖമാണോ? എങ്ങനെയുണ്ടായിരുന്നു ജോലിയൊക്കെ? കയ്യിലൊരു കവറൊക്കെ ഉണ്ടല്ലോ, എനിക്ക് തരുമോ? അതെ, എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നെ ഒന്ന് നോക്ക്. എന്നെ ഒന്ന് കയ്യിലെടുത്തൂടെ? കയ്യിലെടുത്തില്ലെങ്കിലും വേണ്ടില്ല, കയ്യിലെ കവറൊന്ന് തന്നൂടെ? നല്ല മണമുണ്ടല്ലോ. ബിരിയാണിയാണോ? എനിക്കാണോ? അതോ ഒറ്റയ്ക്ക് തിന്നാൻ വന്നതാണോ? എന്തായിരുന്നാലും കുറച്ച് എനിക്കും താ. എനിക്ക് ഈ ഫുഡ് തന്നെയാണോ? അപ്പോൾ ബിരിയാണി നീ ഒറ്റയ്ക്ക് തിന്നാനുള്ള പ്ലാനാണല്ലേടാ? ഒരു ബിരിയാണി ഒറ്റയ്ക്ക് തിന്നിട്ട് കിടന്നുറങ്ങുന്നു. ഒരു മുട്ട പോലും എനിക്ക് തന്നില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. ആ മുട്ടയെങ്കിലും എനിക്ക് തരായിരുന്നു. മീൻ പോലും മേടിച്ച് വന്നില്ല. ഇന്ന് രാത്രി ഞാൻ എന്ത് കഴിക്കും ഈശ്വരാ? ഇന്ന് ഞാൻ കുറച്ച് ഈശ്വരന്മാരുടെ കൂടെ ഇരിക്കാം. എനിക്കിവിടെ പറ്റുന്നത്. എൻ്റെ ഒരു പേഴ്സണാലിറ്റിക്ക് ചേർന്ന സ്ഥലമാണ്. എന്നെ തൊഴുതോ, ഒരു വിളക്കും കൂടെ കത്തിച്ചോ. ഇതോ വരുന്നുണ്ട്. എന്നെ വീട്. ഞാനിവിടെ ഇരുന്നോളാം. ഞാനിവിടെ ഇരിക്കാൻ എന്തുകൊണ്ട് യോഗ്യനാണ്? എന്നെ ഈ ചവിട്ടുമത്തയിലോട്ടാണല്ലോ കൊണ്ടുവന്നത്. ദൈവമേ, എന്നെ വീട്. ഞാൻ അവിടെ കിടന്നോളാം. എൻ്റെ വിഷമം മാറ്റാൻ ഞാനിന്നലെ ഈ ലോകം ഒന്ന് കണ്ടോട്ടെ. എന്നെ കൊണ്ടുപോകരുത്. ഞാൻ ഈ ചെടികളൊന്നും ചെയ്യില്ല. ദൈവമേ, ഈ പുറം ലോകം പോലും എന്നെ കാണിക്കുന്നല്ലോ. ഞാനല്ല ജയിലുവാണോ ഈശ്വരാ? ഫുഡ് തന്നതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ തന്നോളാം. ഫുഡാണ് എൻ്റെ എല്ലാം. ഫുഡാണ് എൻ്റെ ലോകം. ഞാനിവിടെ ഉണ്ട്. നീ എന്താ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുവാണോടാ? എന്താ കാര്യം? ഞാനിവിടെ തന്നെയുണ്ട്. പിന്നെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ CID പണി ഞാൻ തുടങ്ങുന്നുണ്ട്. എന്താണ് ഇവൻ ഈ റൂമിനകത്ത് ചെയ്യുന്നത്? ഇവനെ ഒളിച്ച് നിൽക്കുവാണോ? എന്തോ ഒളിക്കുന്നുണ്ടല്ലോ. എന്തോ പന്തികേടുണ്ട്. എന്താ? ഞാൻ വെറുതെ വന്നതാ. ഞാൻ ഈ ചുമരൊക്കെ കണ്ടില്ലേ, നല്ല വെള്ള വൈറ്റ് വാഷൊക്കെ. ഇവനെന്താ ഒളിച്ച് കളിക്കുന്നേ? ഞാനിവിടെ തന്നെയുണ്ട്. നീ സത്യം പറഞ്ഞോ. എന്നെ കൂട്ടാതെ നീ എന്താ ഫിഷ് കഴിക്കുകയാണോ? അതോ ചിക്കനാണോ? എന്താണ്? കാത്തുവാണെങ്കിൽ എനിക്കും കാണിച്ചാടാ ഫോൺ. ഞാനിവിടെ തന്നെ ഉണ്ട്, ഒട്ടും പോയിട്ടില്ല. സന്ധ്യയായില്ലേ? ഞാനിവിടെ സ്ക്രാച്ച് ചെയ്യുമൊന്നുമല്ല. ഞാനിവിടെ ജസ്റ്റ് ഈ ടേബിളിൻ്റെ കാലുമേ പിടിച്ചിരിക്കുക. കണ്ടോ, നല്ല രസമുണ്ട്. ഭൂമിയിലേക്കാണെന്ന് തോന്നുന്നു. എനിക്കൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി പിടിച്ചതാ, അല്ലാതെ ഞാനിത് മാന്തി പൊളിക്കുമൊന്നുമല്ല. കണ്ടില്ലേ, എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ഞാൻ കെട്ടിപ്പിടിക്കുക, ഉമ്മയ്ക്കുക. എന്തുവാ ഇത്? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്ക്രാച്ച് ചെയ്തതല്ലെന്ന്. ഞാൻ ഇവിടെ ഉറങ്ങുക. എന്നെ ഇങ്ങനെ സംശയിക്കരുത്. എപ്പോഴും ഇങ്ങനെ സംശയിക്കരുത്. വൈകുന്നേരമായി. എനിക്ക് എന്തെങ്കിലും ഫുഡ് തന്നൂടെ?
24 hours എന്നെ ഇങ്ങനെ ശകാരിച്ച് നടന്നാൽ മതിയോ? അത്ര വല്ല കുരുത്തം കെട്ടൊന്നും അല്ല. ഒന്നുമില്ലെങ്കിൽ എന്നെ ആത്മാർത്ഥതയായിട്ട് ഞാനൊരു ജോലി ചെയ്യുന്നില്ല. ആഹാ, ഈ പത്രം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചതാണ്. എനിക്കും വേണ്ട നോളജൊക്കെ. നിങ്ങളോ വായിക്കുന്നില്ല, എനിക്കെങ്കിലും വിവരം വെക്കട്ടെ എന്ന് വിചാരിച്ചു. ആ ശരി, രാത്രിയായി ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത് മതി. ഇനി ഉറങ്ങാനുള്ള വഴി നോക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇനിയും ഇടാം. നിങ്ങൾക്കിത് ബോറിംഗ് ആയിട്ട് തോന്നിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വളരെ ബോറിംഗ് ആയി ലൈഫ്.